നോട്ടിഫിക്കേഷൻ വന്ന് 10 മാസത്തിനുള്ളിൽ ജോലി കിട്ടുന്ന ഒരു പരീക്ഷയുണ്ടോ? എങ്കിൽ അങ്ങനെ ഒരു പരീക്ഷയുണ്ട്. അതാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷ. ഹൈക്കോടതി നേരിട്ട് നടത്തുന്നൊരു പരീക്ഷയാണ്. ഇതൊരു PSC എക്സാം അല്ല. ചലഞ്ചർ ആപ്പിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 3ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. 3 ബാച്ചിലുമായി ഏകദേശം 400-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മെൻറ്റർഷിപ്പ് ബാച്ചിൽ തന്നെയുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുമായി മെൻറ്റർഷിപ്പ് ബാച്ച് ആരംഭിച്ചത് ചലഞ്ചർ ആപ്പ് തന്നെയാണ്. ചലഞ്ചർ ആപ്പാണ് ഇപ്പോൾ മുന്നിൽ പോകുന്നത്. എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എങ്ങനെയാണ് പരീക്ഷ വരുന്നത്? 2 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷ. 2019 വന്നു, 2024 വന്നു, ഇനി 2027 വരാൻ പോകുന്നു. നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? 2026 നോട്ടിഫിക്കേഷൻ വരും. 2026 ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 തവണയും ഈ കോഴ്സ് ലീഡ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന സ്വപ്ന ജോലിയിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഈ പരീക്ഷയുടെ യോഗ്യത എന്താണ്? ആദ്യം ഞാൻ അത് പറഞ്ഞുതരാം. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി 50% മാർക്ക്, അല്ലെങ്കിൽ PG, അല്ലെങ്കിൽ LLB ആണ്. അതായത് ഡിഗ്രി 50% മാർക്ക് ഇല്ലാത്തവർക്ക് PG ആയാലും മതി, PG ഇല്ലാത്തവർക്ക് LLB ആയാലും മതി. ഇനി പ്രായപരിധി എത്രയാണ്? എല്ലാവരുടെയും സംശയമാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. ജനറൽ വിഭാഗത്തിന് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാം. OBC-കാർക്കാണെങ്കിൽ 39 വയസ്സും SC/ST-കാർക്ക് 41 വയസ്സുമാണ് പ്രായപരിധി. എങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്? 3 ഫേസായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഒന്ന്, ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ, ഒരു 100 മാർക്കിൻ്റെ OMR പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. നമ്മൾ സാധാരണ PSC പരീക്ഷ എഴുതുന്ന പോലെയാണ്. നെഗറ്റീവ് മാർക്കുണ്ട്. ഒരു 4 തെറ്റിന് 1 മാർക്ക് വെച്ചാണ് കുറയുന്നത്. അതുമാത്രമല്ല, ഒരു പാസിംഗ് മാർക്കുണ്ട്, 40 മാർക്ക്. നെഗറ്റീവൊക്കെ കഴിഞ്ഞിട്ടൊരു 40 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ്റെ പേപ്പർ വാല്യൂ ചെയ്യൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. രണ്ടാമത് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനാണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ 1 മണിക്കൂറാണ്, 60 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ്. ഇത് മുഴുവനും ഇംഗ്ലീഷാണ്. അതായത് ഇൻ്റർവ്യൂ ഉൾപ്പെടെ 170 മാർക്കിൽ 110 മാർക്കും ഇംഗ്ലീഷാണ്. ഒബ്ജക്റ്റീവിൽ 50 മാർക്കും ഡിസ്ക്രിപ്റ്റീവിൽ 60 മാർക്കും ഇംഗ്ലീഷാണ്. അവിടെ വരുന്നത് പ്രസി, 2 റീഡിംഗ് കോംപ്രിഹെൻഷൻ, പിന്നെ എസ്സേ. പ്രസി എന്ന് പറഞ്ഞാൽ 3-1 സംഗ്രഹിക്കുക, 10 മാർക്ക്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസേജ് തരും, 10 ചോദ്യങ്ങൾ തരും, ഒരു ചോദ്യത്തിന് 2 മാർക്ക്, അങ്ങനെ മൊത്തം 20 മാർക്കാണ്. അതേപോലെ എസ്സേ, 2 എസ്സേ എഴുതണം, 3 എസ്സേ തരും, 1 എസ്സേക്ക് 15 മാർക്ക്, 2 എസ്സേക്കും കൂടി 30 മാർക്കാണ്. അത് കഴിഞ്ഞാണ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വരുന്നത്. ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലാണ്. അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് മാത്രമാണ്, അല്ലെങ്കിൽ സമകാലികമായ വിഷയങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് എന്തായാലും ടെസ്റ്റ് ചെയ്യപ്പെടും. 3 ഫേസിൻ്റെയും മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. എക്സാം എങ്ങനെയാണ് നടക്കുന്നത്? ഉച്ചയ്ക്ക് മുമ്പ് 2 പരീക്ഷയും കഴിയും. ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് തന്നിട്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ നടക്കും. ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ്റെ ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അവിടെ സ്ഥലം പ്രൊവൈഡ് ചെയ്യും. ഇനി എല്ലാവരുടെയും ഒരു സംശയം, തുടക്കം മുതലേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം, LLB-കാർക്ക് മാത്രമേ ഈ തവണ ഈ പരീക്ഷയുള്ളൂ. അത് തെറ്റായ ഒരു ധാരണയാണ്. അങ്ങനെ ഹൈക്കോടതിയുടെ പരീക്ഷയുടെ പ്രൊസീജിയർ ഒന്നും പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതല്ല. അങ്ങനെ ഒരു തരത്തിലുള്ള അറിവും ഇതുവരെയും നമുക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത് LLB-കാർ മാത്രം എഴുതേണ്ട ഒരു പരീക്ഷയല്ല, ഇതൊരു അസിസ്റ്റൻ്റ് എക്സാമിനേഷനാണ്, അറിയുക. രണ്ടാമത് എല്ലാവരുടെയും സംശയം, LLB-കാർ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്? കാരണം അവർക്ക് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു ജോലിയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ കൂടുതലും പകുതി പേരും LLB-കാരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമത് എല്ലാവരുടെയും സംശയം, മലയാളത്തിൽ പരീക്ഷ വരുമോ? കോടതി ലാംഗ്വേജ് മലയാളമാക്കിയത് കൊണ്ട് മലയാളമാക്കും? ഒരിക്കലും ഇല്ല. ഹൈക്കോടതിയുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ നടക്കും. ഇനി ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അഡ്വൈസ് വന്നു. കഴിഞ്ഞ തവണയുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ PSC പോലുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം ഡേറ്റ് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, എക്സാം ഡേറ്റ് വന്നിട്ട് പരീക്ഷ നടന്ന് ലിസ്റ്റ് വരാനുള്ള കാലതാമസം, അതിനുശേഷം
ജോലിക്കായുള്ള കാത്തിരിപ്പ്, ഒന്നാം റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാത്ത അവസ്ഥ LP UP പരീക്ഷയിലും HSCയിലും ഒക്കെ ഒരുപാട് പേര് നേരിടുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ ആദ്യത്തെ അഡ്വൈസ് വരുന്ന ഒരു പരീക്ഷയാണിത്. ഇതൊരു PSC എക്സാം അല്ല, അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതൊരു ഹൈ പ്രൊഫൈൽ ജോലിയാണ്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജോലിയാണ്. എറണാകുളത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ജോലിയാണ്. നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു ജോലിയാണ്. അതുമാത്രമല്ല ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നൊരു മേഖലയാണ്. അതുമാത്രമല്ല ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു മേഖലയാണെന്ന് അറിയുക. ഇനി എങ്ങനെയുള്ളവരാണ് ഈ പരീക്ഷ എഴുതേണ്ടത്? പലരും ചോദിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടതുകൊണ്ട് മാത്രമാണ് പലരും പിന്നോട്ട് വലിയുന്നത്. എന്നാൽ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഒരുപാട് പേരുടെ പോപ്പുലാരിറ്റി പിടിച്ചു പറ്റിയൊരു പരീക്ഷയാണിത്. ഞാനത് പറയാൻ കാരണം 2018 ഉള്ള ആപ്ലിക്കൻസിനേക്കാൾ കൂടുതൽ ആപ്ലിക്കൻസ് 2024 ഉണ്ടായിരുന്നു. 55,000-ഓളം പേരാണ് ആപ്ലിക്കേഷൻസ് അയച്ചത്. പക്ഷേ അത്രയും പേര് പരീക്ഷ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപാട് ആൾക്കാർ ഈ പരീക്ഷ എഴുതും എന്നെനിക്ക് 100% ഉറപ്പാണ്. അതാണല്ലോ ആദ്യം ഉദ്യോഗാർത്ഥികളുടെ ഒരു തള്ളിക്കയറ്റം. ഇനി എന്തുകൊണ്ടാണ് ചലഞ്ചർ ആപ്പിൽ ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ തള്ളിക്കയറുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇംഗ്ലീഷിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി 50 മാർക്കിനാണ്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഫുൾ മാർക്കും ഇംഗ്ലീഷിന് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കോഴ്സിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോഴ്സ് 2 തവണ നടത്തി വിജയിപ്പിച്ച് അത്രമേൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാനാണ് ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തത് ഈ പരീക്ഷയെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. മൂന്നാമത്തെ കാര്യം നമ്മുടെ മെൻറ്റർഷിപ്പാണ്. 5 മണി മുതൽ 11 മണി വരെയുള്ള മെൻറ്റർഷിപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു മെൻറ്ററുണ്ട്. ആതിരയാണ് നിങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കോഴ്സ് എവിടെ ജോയിൻ ചെയ്താലും കുഴപ്പമില്ല. ഏത് ആപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്ന്, ഈ കോഴ്സ് ലീഡ് ചെയ്യുന്ന അധ്യാപകൻ്റെ ക്വാളിഫിക്കേഷൻ. അത് അത്യാവശ്യമാണ്. കാരണം ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ, ഇംഗ്ലീഷ് മെയിൻ എടുത്തു പഠിച്ച ഒരു അധ്യാപകൻ, എക്സ്പീരിയൻസ് ഉള്ളൊരു അധ്യാപകൻ മാത്രമേ ഈ കോഴ്സ് ലീഡ് ചെയ്യാൻ പാടുള്ളൂ. അദ്ദേഹം ലീഡ് ചെയ്താലേ ഇത് പെർഫെക്റ്റ് ആകുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, പഴയ ക്ലാസ്സുകൾ. പഴയ ക്ലാസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പഴയ ക്ലാസ്സുകൾ തരുന്ന ആപ്പിനെ നിങ്ങൾ ബഹിഷ്കരിക്കുക, പറ്റിക്കപ്പെടരുത്. കാരണം 2019 ചോദിച്ചത് കോവിഡിൻ്റെ ഇമ്പാക്റ്റാണ് essay ചോദിച്ചത്. 2024 വന്നപ്പോൾ ചോദിച്ചത് എന്തൊക്കെയാണ്? AI ഇൻ ജുഡീഷ്യറി, എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോവിഡ് 2019 ചോദിച്ച കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ ചോദിക്കൂ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അപ്ഡേഷൻസ് ഉണ്ട്. അത് GK-യിലായാലും ലീഗൽ വൊക്കാബുലറിയിലായാലും അതുപോലെ തന്നെ ലീഗൽ എസ്സേസിലായാലും essay മൊത്തത്തിലെടുക്കുമ്പോഴായാലും മാറ്റങ്ങൾ വരും. അതുകൊണ്ട് തന്നെ പഴയ ക്ലാസ്സുകളുള്ളവയെ നിങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കാൻ പഠിക്കുക. ചലഞ്ചർ ആപ്പിൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചിനെ ഞാൻ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു? നമുക്ക് 2 ബാച്ചുണ്ട്. സിൽവർ കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് കോഴ്സും ഉണ്ട്. സിൽവർ കോഴ്സിൽ ഓൺലി റെക്കോർഡ് ക്ലാസ്സുകളാണ്. പക്ഷേ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം പഠിച്ചുകൊണ്ട് ഈ കോഴ്സ് വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇതിനൊരു മെൻറ്റർഷിപ്പ് അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാം, ഇതൊരു ഹൈ പ്രൊഫൈൽ ജോലിയാണ്. LDC പോലെയോ LP-UP പോലെയോ ആർക്കും കയറി പഠിപ്പിക്കാവുന്നൊരു മേഖലയല്ല. ഇവിടെ വരേണ്ട അധ്യാപകരെല്ലാം ക്വാളിഫൈഡ് ആയിരിക്കണം. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അതുപോലെ എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ ഒരുവിധം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങൾക്കറിയാം എൻ്റെ റേഞ്ച്. രണ്ടാമത്, ലീഗൽ വൊക്കാബുലറിക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എക്സ്പെർട്ടിനെയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLB 3ാം റാങ്ക് വാങ്ങിച്ച അഡ്വക്കേറ്റ് ഗൗരിയാണ് ലീഗൽ വൊക്കാബുലറി എടുക്കുന്നത്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ തവണ ഈ കോഴ്സിൽ മറ്റൊരു ആപ്പിൽ എന്നോടൊപ്പം വർക്ക് ചെയ്തൊരു ലേഡിയാണ്. ഓക്കെ, നല്ല മികച്ചൊരു അധ്യാപികയാണ്. ഇനി GK 40% മാർക്ക് അവിടെയാണല്ലോ. GK 40 മാർക്ക് നിങ്ങൾക്ക് സൂപ്പറായിട്ട് കിട്ടും. കാരണം അശ്വിൻ സാറാണ്. ഇപ്പോഴത്തെ GK നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പണ്ട് പഠിപ്പിച്ച അധ്യാപകർ പഠിപ്പിക്കുന്ന ലെവലല്ല, മാറി. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അതുമാത്രമല്ല, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷ എന്ന് പറയുമ്പം എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട, സെലക്റ്റഡ് ആയിട്ട് പഠിപ്പിക്കണം. ഫ്രിസി ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം. അതിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും സൂപ്പർ അധ്യാപകനാണ്. ആരാണെന്ന് ചോദിച്ചാൽ അശ്വിൻ സാറാണ്. സിവിൽ സർവീസിന് ക്ലാസ് എടുക്കുന്നൊരു അധ്യാപകനാണ്. എന്ന് വെച്ച് വളരെ സീരിയസ് ഒന്നുമല്ല. സാറിൻ്റെ ക്ലാസ്സുകൾ ഇതിനോടകം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റിയ സാറാണ് ഡിസ്ക്രിപ്റ്റീവ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ 2 അധ്യാപകർ കൂടിയുണ്ട്, ഞാനും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ നിങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത് ആതിരയാണ്. 5 മണി മുതൽ 11 മണി വരെയുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ്. കൂടാതെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അധ്യാപകരുമായിട്ട് നേരിട്ട് സംസാരിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. 3 ലൈവ് ക്ലാസ് ഉണ്ട്. എന്നാണ് ചോദിച്ചാൽ 3 ലൈവ് ക്ലാസ് എന്നൊക്കെയാണ്? തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ്. ഇൻ കേസ് ലൈവ് ക്ലാസ് കാണാൻ കഴിയില്ല, ആ സമയം കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ അവസരമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും, കാണാൻ പറ്റും.
150 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ക്ലാസ് തരുന്നത്. അവിടെ 2 റെക്കോർഡ് ക്ലാസ് വെച്ച് ഡെയിലി തരും. ഇനി സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ റിവിഷനും മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് വൈസ് എക്സാമുകളും ഒക്കെ ആയിട്ട് പെൻഡിങ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകും. 150 ഡേയ്സ് ഈ കോഴ്സ് മാത്രമാണ്. റിവിഷൻ അഡീഷണൽ ആയിട്ടൊരു 15 ദിവസം റിവിഷനും സെറ്റാക്കിയിട്ടാണ് ഈ കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാട്സപ്പിലൂടെ ഡെയിലി വൊക്കാബുലറി ഉണ്ട്, ഡെയിലി ന്യൂസ് പേപ്പർ വൊക്കാബുലറി ഉണ്ട്, ഡെയിലി ലീഗൽ വൊക്കാബുലറി ഉണ്ട്, കൂടാതെ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. അതുകൂടാതെ ഹിന്ദു ന്യൂസ് പേപ്പർ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എസ്ഐസ് ഒക്കെ ചോദിക്കുന്ന അതിൻ്റെ എഡിറ്റോറിയൽ നിന്നാണ്. അത് മനസ്സിലാക്കിയിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അതിൻ്റെ PDF എല്ലാവരുടെയും വീട്ടിൽ പത്രമില്ലല്ലോ, നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡെയിലി കൊടുക്കുന്നുണ്ട് ഈ 150 ദിവസവും. അതുകൂടാതെ ന്യൂസ് പേപ്പർ വിശകലനം യൂട്യൂബിലും ഉണ്ട്, അല്ലാതെയുണ്ട്. എഡിറ്റോറിയൽ വിശകലനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. എഡിറ്റോറിയൽ പ്രത്യേകം എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെൻറ്റർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ OMR ടെസ്റ്റ് നടത്തും, 100 മാർക്കിൻ്റെ നടത്തും, അത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ പരീക്ഷ നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡിസ്ക്രിപ്റ്റീവിന് നിങ്ങൾക്കൊരു മെൻറ്ററുണ്ട്. നിങ്ങൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തരും. ഇതൊന്നും നോർമൽ ബാച്ച് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഞങ്ങൾ നോർമൽ ബാച്ച് എടുത്തുപോയി, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെൻറ്റർഷിപ്പ് ബാച്ചിലോട്ട് ബാക്കി ഫീ അടച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനപ്പം പറയുന്നു, ഞങ്ങൾക്ക് നോർമൽ ബാച്ച് എടുക്കാനുള്ള പൈസയേ ഉള്ളൂ, ഞങ്ങൾ എടുത്തുപോയി, ഇനിയിപ്പം അബദ്ധമായ ഒരിക്കലും ഇല്ല. നിങ്ങളെ പൂർണ്ണമായിട്ടും പരിഗണിച്ചുകൊണ്ടേ ഈ കോഴ്സ് മുന്നോട്ട് പോകും. കാരണം നമുക്ക് വേണ്ടത് റിസൾട്ടാണ്, നമുക്ക് വേർതിരിവുകളില്ല. പിന്നെ നമ്മൾ മെൻറ്റർഷിപ്പ് ബാച്ചിന് കുറച്ച് ഫീ ഈടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തിക ചിലവുണ്ട്, നല്ല അധ്യാപകരെ കൊണ്ടുവരണം, ലൈവ് ക്ലാസ് കൊടുക്കണം, അഡീഷണൽ ആയിട്ട് കുറേ ചിലവുണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ച് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മോഡറേറ്റ് ഫീസാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എല്ലാവരെയും ഒന്നും ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എല്ലാവർക്കും ജോലി വാങ്ങിച്ചു തരാമെന്നൊന്നും ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല തുടക്കം മുതലേ. എന്നിട്ടും ഇത്രയും ഉദ്യോഗാർത്ഥികൾ നമ്മളിലേക്ക് വന്നത് എന്തിനുണ്ടെന്നറിയാമോ? നമ്മൾ കൊടുത്തൊരു ഉറപ്പാണ്. നിങ്ങൾ തരുന്ന ഫീയുടെ 3 ഇരട്ടി മൂല്യമുള്ള ഒരു കോഴ്സ് ഞങ്ങൾ തരാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആദ്യത്തെ 100 റാങ്കിലെത്താൻ വേണ്ടതെല്ലാം തരാം. ഈ പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിയമനം നടത്തും. കഴിഞ്ഞ തവണ അയാളുടെ ലിസ്റ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയുടെ ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല. അത് ഏപ്രിൽ മാസത്തിലാണ് അവസാനിക്കാൻ പോകുന്നത്, അടുത്ത വർഷം ഏപ്രിൽ മാസം. അതിന് മുമ്പ് തന്നെ പരീക്ഷ നടന്ന് എല്ലാം സെറ്റാവും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നിയമനം നടന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി അച്ചു ബിജു എന്നെ വിളിച്ചിട്ട്, സാർ എനിക്ക് അപ്പോയിൻമെൻ്റ് ആയി എന്ന് പറഞ്ഞു. ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് വന്നത് നിങ്ങൾക്കറിയാം, ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ്. ഇനി ഈ പരീക്ഷ ആർക്കൊക്കെ എഴുതാം? തീർച്ചയായിട്ടും 2000-ന് ശേഷം ജനിച്ച് ഡിഗ്രി എടുത്തവരെയാണ് ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്നവരാണ്, നല്ല സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്നവരാണ്. രണ്ടാമത് BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് പഠിച്ചവർ, HSA വിവിധ വിഷയങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നവർ, HSST പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നവർ, UPSC നിലവാരമുള്ള പരീക്ഷകൾ എഴുതുന്നവർ, സിവിൽ സർവീസ് എഴുതുന്നവർ, അതേപോലെ തന്നെ SSC RRB പരീക്ഷകൾ എഴുതുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ KS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇവർക്കൊക്കെ എഴുതി നോക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ എക്സാമാണിത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഒരു സാധാരണക്കാരനാണ് ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ച് വന്നതാണ്, എനിക്ക് ഡിഗ്രി 50% മാർക്കേ ഉള്ളൂ, എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ എഴുതാൻ അറിയില്ല, ഗ്രാമറൊക്കെ വേണമെങ്കിൽ ഞാൻ പഠിച്ചെടുക്കാം, ഞാൻ ഈ ജോയിൻ ചെയ്താൽ കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനെനിക്കുള്ള ഉത്തരം, കഴിഞ്ഞ തവണ 13ാം റാങ്ക് ആണെന്ന് തോന്നുന്നു, 13ാം റാങ്ക് എന്തോ ആണെന്ന് തോന്നുന്നു, കിട്ടിയ എൻ്റെ ഒരു ഉദ്യോഗാർത്ഥി ഇതേ പരാതിയും പറഞ്ഞ് വന്ന് ജോയിൻ ചെയ്ത ആളാണ്. അതായത് സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഡിഗ്രി 50% മാർക്കേ ഉള്ളൂ, പറഞ്ഞു തന്നാൽ കാണാതെ പഠിച്ച് എഴുതാനൊക്കെ പറ്റും, സ്വന്തമായിട്ട് എഴുതാനൊക്കെ ഇത്തിരി പ്രശ്നമാണ്, അത്യാവശ്യമൊക്കെ അറിയാം എന്ന് പറഞ്ഞ ഒരാൾ കിട്ടി. അതായത് ലോകത്തില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് പോയാൽ ആർക്കാണ് ആ എസ്സേ എഴുതാൻ കഴിയാത്തത്? വലിച്ചുവാരിയൊന്നും എഴുതണ്ട, ഷോർട്ട് എസ്സേസ് ആണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, സിലബസിൽ മാറ്റം വരുമോ? തീർച്ചയായിട്ടും വരും, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സിലബസിൽ എല്ലാ തവണയും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അതും വരും. എന്താണെന്ന് ചോദിച്ചാൽ 2019 ഒരു എസ്സേ എഴുതിയാൽ മതിയായിരുന്നു, 2024 അത് എത്ര എസ്സേ ആയി? 2 എസ്സേ ആയി, ഷോർട്ട് എസ്സേ ആയി. സമയം കുറച്ച് എഴുതിയാൽ മതി, 2 എസ്സേ ആക്കി. 60 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കുക എന്നുള്ള, 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രസിയും റീഡിംഗ് കോമ്പറ്റീഷനും പ്രാക്ടീസ് ആണെങ്കിൽ എസ്സേ നമുക്ക് സെലക്ട് ചെയ്ത് പഠിച്ചു വെക്കാൻ കഴിയും. അത്രമാത്രം സൂപ്പർ ഗൈഡൻസ് ആണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 ബാച്ചിലൂടെ 400ഓളം ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തത്. ഫീ പോലും നമ്മൾ ഒരുപാട് കുറച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് പോലും ഉദ്യോഗാർത്ഥികൾ വന്ന് നമ്മളിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഫീ കുറച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ആദ്യം വെച്ച ഫീ തന്നെയാണ്. ഓഫറൊന്നും പറഞ്ഞ് കുറയ്ക്കുന്നത് എപ്പോഴാണ്? ഉദ്യോഗാർത്ഥികൾ വരാതിരിക്കുമ്പോഴാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമേൽ ഉദ്യോഗാർത്ഥികൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഈ വന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ന് 45 ദിവസമാകുന്നു. ആ ഉദ്യോഗാർത്ഥികളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം, പറ്റുവാണെങ്കിൽ എങ്ങനെയാണ് കോഴ്സ് കൊണ്ടുപോകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ലൈവായിട്ട് അവരോട് കയറി ചോദിക്കും, ക്ലാസ് എങ്ങനെയുണ്ട്, ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, മെൻറ്റർഷിപ്പ് എങ്ങനെയുണ്ട്, മെൻറ്റർ ഓക്കെ ആണോ, മറുപടി കിട്ടുന്നുണ്ടോ,
കൃത്യമായിട്ട് ചോദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പരാതികളും ഇല്ലാതെയാണ് ആ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കുറേ ഫീ മേടിച്ചിട്ട് നിങ്ങളെ കോഴ്സിലേക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന പരിപാടിയില്ല. 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. 150 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞാലും വാട്സപ്പിൽ ഞങ്ങളുണ്ടായിരിക്കും. ഇൻ്റർവ്യൂ വരെയുള്ള ട്രെയിനിങ് തരും. ഇൻ്റർവ്യൂവിന് നിങ്ങൾ ലിസ്റ്റിൽ വന്നാൽ അതിനുള്ള ട്രെയിനിങ്ങും കൂടെ തന്നിട്ടേ നിങ്ങളെ യാത്രയാക്കൂ. 100% ഉറപ്പാണ്. ഈ കോഴ്സ് എൻ്റെ ഉറപ്പാണ്. ചലഞ്ചർ ടീമിൻ്റെ ഉറപ്പാണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിൻ്റെ ഏജ് കുറേ നീട്ടി എന്നൊക്കെ പറഞ്ഞൊരു റൂമർ വന്നിരുന്നു. നമ്മളൊരു വീഡിയോ ചെയ്തു, അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. ഹൈക്കോടതിയുടെ മുദ്ര വെച്ച ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. അത് മനസ്സിലായപ്പോൾ തന്നെ നമ്മളത് ഡിലീറ്റ് ചെയ്തു. സോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമുക്ക് ഇതുവരെ അറിയാവുന്ന കാര്യം. സോ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ചലഞ്ചറിനോടൊപ്പം തന്നെ ചെയ്യുക. കാരണം കാലതാമസമില്ലാതെ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാൻ കഴിയുന്ന ഒരു ജോലിയാണിത്. നിങ്ങളുടെ റേഞ്ച് മാറും. നിങ്ങൾ എത്ര വർഷം കാത്തിരിക്കണം PSC പരീക്ഷ എഴുതി? ആ പ്രശ്നങ്ങളൊന്നും ഇവിടില്ല. ഡിഗ്രി ഉള്ളവരെല്ലാം ഈ പരീക്ഷ എഴുതണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരെയും കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വരും. കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മളൊരു പങ്ക്തി ആരംഭിക്കുന്നുണ്ട്. ഒരു എപ്പിസോഡ് ആയിട്ടൊരു കാര്യം ആരംഭിക്കുന്നുണ്ട്. അതായത് ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ വിശകലനം. പ്രധാനപ്പെട്ട SI സനാത്തുനിന്നായിരിക്കും ചോദിക്കുന്നത്. അത് നിങ്ങൾക്കും കൂടെ തരിക. യൂട്യൂബിലൂടെയും കുറച്ച് ക്ലാസ് തരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഈ ആപ്പിലെ ക്ലാസ്സുമായിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് യൂട്യൂബിൽ കൂടുതലായിട്ട് പ്രൊമോഷൻ വീഡിയോ മാത്രം ചെയ്യുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് സഹായകരമാവുന്ന വിധം ഫ്രീ ക്ലാസ്സുകളും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുന്നു. ചെയ്യുന്നുണ്ടെങ്കിൽ ചലഞ്ചറിനോടൊപ്പം മാത്രം ചെയ്യുക. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണിത്. വേറെ ആരേക്കാളും അത് 2 വർഷത്തെ എക്സ്പീരിയൻസും എനിക്കുണ്ട്. വേറെ ആരേക്കാളും അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്ഷണിക്കുന്നത്. എല്ലാവരും വരിക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിൽ നിങ്ങളെ എത്തിച്ചേർക്കാൻ ഞങ്ങൾക്ക് കഴിയും. വിഷ് യു ആൾ ദി ബെസ്റ്റ്.